ഹലോ ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതേ ഒരു ഈവനിങ് വ്ലോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. പൊതുവെ ചൂട് തുടങ്ങിയത് കാരണമാണ് എനിക്ക് പുറത്തിറങ്ങാൻ കുറച്ച് മടിയുള്ളൊരു കൂട്ടത്തിലാണ്. കാരണം ചൂട് തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്, സത്യമായിട്ടും താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ തന്നെ നമ്മുടെ വീടിനടുത്തുള്ളൊരു തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയിട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല, നടക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങ് വെച്ച് പിടിച്ചു. മുന്നോട്ടേക്കാണെന്നുണ്ടെങ്കിൽ ബേബിച്ചിനെ ഉന്തിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈവനിങ് ടൈം ആയത് കാരണം കൊണ്ടും പിന്നെ എല്ലാവരും ഓൾമോസ്റ്റ് രാത്രി 7 മണിയൊക്കെ ആകും എല്ലാവരും വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോയിട്ട് വേഗം അങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. ബേബിച്ചിയുടെ ഒരു കുഞ്ഞു ബോൾ ഉണ്ടായിരുന്ന കാരണം ആ ബോളും പിടിച്ചുള്ള കളിയാണ് കേട്ടോ. മിന്നൂട്ടിയാണെന്നുണ്ടെങ്കിൽ കൂട്ടിനുണ്ട്. മിന്നൂട്ടിക്കാണെങ്കിൽ ഇപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതെന്നാണ് കേട്ടോ. കാരണം ഇവിടെ മിന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. അധികം ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല, എല്ലാവരും നല്ല കാമൻ കൊയറ്റായത് കാരണം കൊണ്ട് മിന്നൂട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറേ നേരം ഇവിടെ വെറുതെ ഇരുന്നു. മിന്നൂട്ടിയുടെ മലയാളി ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലുള്ള കുറച്ച് കുട്ടികൾ വരാനുണ്ടായിരുന്നു. അവർക്ക് ട്യൂഷൻ ആയത് കാരണം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നാട്ടിൽ വെക്കേഷൻ ടൈം പോലെയല്ലല്ലോ, ഗൾഫിലുള്ള ടൈം, അവർക്കിപ്പോൾ ക്ലാസ് ഉള്ള ടൈം കൂടിയാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അവർ വരാൻ ലേറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ മിന്നൂട്ടിയും ബേബിച്ച് അങ്ങ് കളിക്കാൻ ഇറങ്ങി കേട്ടോ. മിന്നുകുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളിയാണ് കേട്ടത്. ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ ചടകൂട് എന്ന് വേഗം തന്നെ ചാടി കയറുന്നുണ്ട് കേട്ടോ. ഇതിന് എങ്ങനെയൊക്കെയുള്ള എസ്കേപ്പ് ആയി പോരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഗെയിം കളിക്കാനാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ. എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു, എനിക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടായിരുന്നു. ആ ഡാൻസ് ക്ലാസ് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തന്നെയായിരുന്നു. ആ ഡാൻസ് ക്ലാസ് കളഞ്ഞ ആൾക്കാർ എൻ്റെ അമ്മയോട് പറഞ്ഞു അവളുടെ അഹങ്കാരം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്ലാസ് അങ്ങ് കളഞ്ഞതെന്ന്. എനിക്കത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ അടുത്ത തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കാൻ വേണ്ടി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോന്നു, പഠിച്ച് ജോലി കിട്ടി ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഡാൻസ് ക്ലാസ്സിൽ എടുത്ത് കളയാൻ പറ്റുള്ളൂ, ഈ ഒരു ജോലി അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ എന്ന്. സത്യമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ആ ക്ലാസ് പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിൽ ഞാൻ ആലോചിക്കുന്നൊരു കാര്യമാണ്, നന്നായി ആ ക്ലാസ് പോയതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയതും എനിക്ക് കുറച്ചുകൂടി ധൈര്യം വന്നതും. ലൈഫിൽ ഞാൻ കുറച്ചുകൂടി എനിക്ക് ക്രൂഷ്യലായിട്ടുള്ള പല സിറ്റുവേഷനിലും ഓവർകം ചെയ്യാനൊക്കെ എനിക്കൊരു പ്രചോദനം തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഈ GCCയിലേക്കുള്ള വരവും കാര്യങ്ങളും ഒക്കെ. ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ. അങ്ങനെ വലിയൊരു ചേഞ്ച് ആയിരുന്നു കേട്ടോ എൻ്റെ ഈ GCCയിലേക്കുള്ള വരവ്. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലും. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ലോകകാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് കറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ഇരുട്ടുന്ന ടൈമായിട്ടോ. ആ ടൈമായി കഴിയുമ്പോഴത്തേക്കും രണ്ടെണ്ണത്തിനെയും കൂടെ കൂട്ടി കയറാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വിളിച്ചു. രണ്ടുപേരും വരുന്നുണ്ടായിരുന്നില്ല. മിന്നൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ ബേബിച്ചിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. മിന്നൂട്ടിയുടെ ഒരു വർത്തമാനമുണ്ട്. 9 വയസ്സായിട്ടുള്ള എനിക്ക് 1 വയസ്സുള്ള അനിയത്തി. അവൾക്കത് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്നെക്കാളും നന്നായിട്ടാണ് മിന്നൂട്ടി ബേബിച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മിന്നൂട്ടിയുടെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മിന്നൂട്ടി അവരിവിടെ കളിയായിട്ടോ. ഇവർ ഏത് നാട്ടുകാരെ ഏത് ഭാഷ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ മിന്നൂട്ടി ഇവരായിട്ട് ഭയങ്കര ഫണ്ടായിട്ടോ. ആ കുട്ടിയുടെ പേര് ലൈല അങ്ങനെ എന്തോ ആണ്. അങ്ങനെ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ബേബിച്ചിയുടേതായ കളി കൊണ്ട് നടന്നു കേട്ടോ. കുഞ്ഞൊരു ബോളുണ്ട്, ആ ബോൾ ഉരുട്ടിക്കൊണ്ടാണ് കളി. പിന്നെ മിന്നൂട്ടിയും ബേബിച്ചിയും കുറച്ച് നേരം ഊഞ്ഞാലാടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനായിരുന്നു കേട്ടോ ഊഞ്ഞാലാട്ടി കൊടുത്തത്. പിന്നെ മിന്നൂട്ടി എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് പൊതുവേ ഊഞ്ഞാലിലിരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് ഈ പൊടിയും മണ്ണിലും. ഈ ഈന്തപ്പനയുടെ ചോട്ടിൽ ബേബിച്ച് ഞാനോട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നിരുന്നുണ്ടോ. നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മിന്നൂട്ടിയുടെ കളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മിന്നൂട്ടി ഇതൊക്കെ കഴിഞ്ഞ് എപ്പോൾ കയറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു. മിന്നുകുട്ടിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാണ്ട് ഒരു നിവൃത്തിയില്ലാണ്ട് ഞാൻ കുറച്ച് നേരം ബേബിച്ചിനെ കൊണ്ട് ഊഞ്ഞാലാടാനിരുന്നോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുകയൊക്കെ ചെയ്തു. പിന്നെയും മിന്നൂട്ടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കഥകൾ. അവളുടെ ഫ്രണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയും ചെയ്തു. ദേ ഇപ്പോൾ ഈ സൈക്കിളോട്ട് പോകുന്നതാണ് അഹമ്മദ്. അവിടെ നമ്മുടെ നെയ്ബറാണ് കേട്ടോ, നല്ല കുട്ടിയാണ്, ഞങ്ങളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ബേബിച്ചിനെ ഭയങ്കര കാര്യമാണ്. പിന്നെ ഇരുട്ടിക്കഴിഞ്ഞതിന് മുമ്പേ ഞാൻ പറയുന്നുണ്ടായിരുന്നു മിന്നൂട്ടി അടുത്ത് നമുക്ക് പോവാമെന്ന്. കാരണം പൊടിക്കാറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. പൊടിക്കാറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ല സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ മിന്നൂട്ടിനോട് ഞാൻ പറഞ്ഞാൽ അധികം നേരം കഥയ്ക്ക് നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോവാമെന്ന്. ഇവിടെ ഏകാന്തതയിലേക്ക് നോക്കി ബേബിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ബേബിച്ച് അഹമ്മദിനെ നോക്കി നിൽക്കുന്ന നിപ്പാണ്. ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് കേട്ടോ. നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് രണ്ടുപേരും തമ്മിൽ. വൈകുന്നേരത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പം ശരി, ബൈ ബൈ, ഇത്രയുള്ളൂ ഗൈസ്.